കൂട്ടുകാരെ, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ കുറച്ച് മാത്രം സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു മാമ്പഴ ഐസ്ക്രീം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മാമ്പഴം, ഗോതമ്പ് മാവ്, പഞ്ചസാര, പാൽ. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് കാണാം. ഇതിലേക്ക് നമുക്ക് തന്നിട്ടുള്ള പാലിൽ 2 ഭാഗമാക്കി മാറ്റുക. ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം, രണ്ടാമത്തെ ഭാഗം നമുക്ക് ഗോതമ്പ് മാവുമായിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. ആദ്യമായി നമുക്ക് പാൽ തിളപ്പിക്കാം. പാൽ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പാൽ ഒരു ബോളിലേക്ക് മാറ്റുക. ഇനി നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ടായിരുന്ന പാല് കൂടി തിളപ്പിച്ച് അതിൽ ഗോതമ്പ് മാവ് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ രണ്ടാമത്തെ വാങ്ങി വെച്ച പാലും തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പാൽപമായി ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കണം. കട്ട കൂടാതെ ഇളക്കിയെടുക്കണം. ഈ രീതിയിൽ നന്നായി കട്ടയില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല രീതിയിലായിട്ട് ക്രീമി പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. ഇനി അടുത്തതായി മാങ്ങയും പാലും പഞ്ചസാരയും കൂടി നന്നായി അടിച്ചെടുക്കുക. നമ്മൾക്കിനി അടിച്ചെടുത്ത മാങ്ങ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കണം. നമ്മൾ ഏകദേശം ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്രീമി ടെക്സ്ചർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല വൃത്തിയുള്ളൊരു ബോളിൽ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം. ഈ രീതിയിൽ ബോളിലേക്ക് ഒഴിച്ചെടുക്കുക. നമ്മൾ ചെയ്ത് വെച്ച ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2 ട്രേയിലായിട്ട് നമ്മൾ വെച്ച് രണ്ടും ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിമോൾഡ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് നമ്മൾ ഏത് ബോളിലാണ് ഇടുന്നത് ആ ബോളിൻ്റെ ഷേപ്പിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് മുറിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം.